guys, welcome back to VTalk. അപ്പോൾ ഇന്നത്തെ ചാനൽ റൈറ്റ് ലെഫ്റ്റ് അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഫുഡ് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ചലഞ്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ചലഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു ബോളിനകത്ത് റൈറ്റ് ചെയ്തിട്ടുണ്ടാവും, ലെഫ്റ്റ് ഓവർ ചെയ്തിട്ടുണ്ടാവും. റൈറ്റ് കിട്ടുന്ന ആള് ഒരു ഫുഡ് ഐറ്റത്തിന്റെ റൈറ്റ് പോർഷൻ കടിക്കാൻ പറ്റുള്ളൂ, ലെഫ്റ്റ് കിട്ടുന്ന ആൾക്ക് ലെഫ്റ്റ് പോർഷനെ കടിക്കാൻ പറ്റുള്ളൂ, ആൻഡ് ബാക്കിയുള്ള പോർഷൻസ് ഫുള്ള് ലെഫ്റ്റ് ഓവർ കിട്ടുന്ന ആൾക്ക് കഴിക്കാൻ പറ്റും. You got it, bro? You got it? മനസ്സിലായോ? ഒരു പഴംപൊരി ഇട്ടിന്ന് വെച്ചോ. പഴംപൊരി നീളത്തിലല്ല, തിരിച്ചു. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ട് അതിന്റെ ലെഫ്റ്റ് ഇട്ടുന്ന ആൾക്ക് ലെഫ്റ്റ് ഭാഗം കഴിക്കാൻ പറ്റും, റൈറ്റ് ഇട്ടുന്ന ആൾക്ക് റൈറ്റ് ഭാഗം കഴിക്കാൻ പറ്റും, ലെഫ്റ്റ് ഓവർ ഇട്ടുന്ന ആൾക്ക് ബാക്കി ഫുള്ള് കഴിക്കാൻ പറ്റും. സംടൈംസ്. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോയിലേക്ക് എടുക്കുന്ന ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് തന്നെ മറക്കുക. സബ്സ്ക്രൈബ് ഗൈസ്, വി ആർ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ആൻഡ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? യെസ്, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ഐറ്റം വന്നിട്ടുണ്ട് ബട്ടർ കുസാൻ. കടിക്കാനായിട്ട് വരുന്ന. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ റൗണ്ടിലെ ബൗൾ ഒന്ന് കറക്കിയാലോ? ബ്രോ കണ്ണടച്ചെടുത്തേ, കണ്ണടച്ചിട്ടൊന്നും എടുത്തേ ഓർമ്മ. ബ്രോ ഒരെണ്ണം എടുത്ത് ബ്രോ കണ്ണടച്ചെടുത്തേ. കണ്ണട. ഓ പിന്നെ അങ്ങ് അഭിനയിച്ച് തള്ളുക എന്റെ പൊന്നോ. കടക്കണില്ല. അയ്യോ, ഞാൻ എടുത്തേട്ടെ ഇതുപോലെ. ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടിരിക്കണ്ടേ. ബ്രോ തുറന്നു നോക്കിയില്ലേ? റൈറ്റ് ലെഫ്റ്റ് ഓവർ. അപ്പൊ എന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ, ലെഫ്റ്റ് ആയിരിക്കും. സോ ഗൈസ്, അപ്പൊ ഇതിന്റെ റൂൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് കിട്ടുന്ന ആളായിരിക്കും ഫസ്റ്റ് കഴിക്കുന്നത്, ലെഫ്റ്റ് കിട്ടുന്ന ആൾ സെക്കൻഡ് ആയിരിക്കും, തേർഡ് ലെഫ്റ്റ് ഓവർ കിട്ടുന്ന ആളാണ്. ആൻഡ് വേറൊരു കാര്യങ്ങളുണ്ട്, ഈ ഫുഡ് ഐറ്റം എടുത്തിട്ട് നമ്മൾ തള്ളി കയറ്റി വെക്കരുത്. നമുക്ക് എത്രയാണോ മാക്സിമം കടിക്കാൻ പറ്റുന്നത് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം. പക്ഷെ എന്ന് വെച്ചാൽ തള്ളി വെക്കാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ വാ പൊളിച്ചിട്ട് എന്തോരും അങ്ങനെ വെക്കാൻ പറ്റും, അത്രേ കയറ്റുള്ളൂ. ഓക്കെ, ഒറ്റ കടിയേ പറ്റത്തുള്ളൂ. ബ്രോ റൈറ്റ്, ഇതിന്റെ റൈറ്റ് നോക്ക്. റൈറ്റ് ഓക്കെ, ഇത് ബ്രോ റൈറ്റ്. അത്ര ഓക്കെ ബ്രോ. അപ്പൊ എനിക്കില്ലേ? ഉണ്ട്, ബ്രോയ്ക്കുണ്ടല്ലോ. അയ്യോ, എന്ത്? ഞാൻ കടിക്കാം. അത് ബാക്കി ബ്രോയ്ക്ക് കഴിച്ചാൽ ലെഫ്റ്റ് ഓവർ വെച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ കഴിക്കാന്നാണ്. ഞാൻ രണ്ടാമത്തെ ഇത് ക്രീം ഇല്ലേ? അയ്യേ, ഞാൻ വിചാരിച്ച ക്രീം ഉണ്ടെന്ന്. അത് കറക്റ്റാ. സാപ്പിട്ടോ ഞാൻ ഇത് കുറച്ചെങ്കിലും കഴിച്ചോളാം. ഇത് ഫുള്ള് കഴിക്കാൻ പോയിക്കുക. ലെഫ്റ്റ് ഓവർ വെച്ചാൽ ബാക്കിയുള്ള എത്ര വേണേലും കണ്ടുപിടിച്ച് കഴിച്ചു, കുഴപ്പമില്ല. ഫുള്ള് കഴിക്കാന്നാണ് ലെഫ്റ്റ് ഓവർ. മനസ്സിലായാ? ഫസ്റ്റ് ഐറ്റം പ്രോബ്ലം ആണ്. അത് ചുമ്മാ കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ബ്രെഡിന്റെ ഫീലുണ്ടോ? ബ്രെഡിന്റെ ഫീല്. ബ്രോ പുള്ളിക്ക് കോൾഡാ. എനിക്ക് കോൾഡാ, പക്ഷെ ആക്ച്വലി ഞാൻ ഹോട്ടാ. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിലേക്ക് നെക്സ്റ്റ് ഐറ്റം പോട്ടെ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ ഐറ്റം എത്തിയിട്ടുണ്ട്. സ്വീറ്റ് കോൺ ആണ് എത്തിയിരിക്കുന്നത്. ചോളം മധുരച്ചോളം. ഇടുക്കി. അപ്പൊ ഗൈസ്, എന്തെങ്കിലും എടുത്തല്ലോ, സാധനം എടുത്തല്ല. ഞാൻ പറയട്ടെ? തുറക്ക്. റൈറ്റ്, ലെഫ്റ്റ് എനിക്ക് ചോളം അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടം. ബ്രോ ഏതെടുത്തേ? ഞാൻ റൈറ്റ്. ബ്രോയ്ക്ക് ആരോഗ്യമില്ല ബ്രോ. ഞാൻ ചെയ്യാം. നോ ബ്രോ, അങ്ങനെ കടുപ്പ് പോയാലേ. ബ്രോ വരുന്നതിന് മുമ്പ് ഇവിടെ തൊലിച്ചോണ്ട് ഇരുന്നത് നമ്മളെ ആളല്ലേ? പൊളിച്ചോണ്ടൊക്കെ ഇരുന്ന ആളാ. ഞാൻ റൈറ്റ് അല്ലേ? മൊത്തം കടിക്കലുണ്ട്, അതിന്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ട്. അതും കൂടി പല്ലായിട്ട് പല്ലും ഇരിക്കുക. ഒറ്റ കടിയുള്ളൂ, എടുത്ത കടിയൊന്നുമില്ല. അങ്ങനെ പുറത്തു വരൂ. എടാ, അതല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ ഉള്ളിൽ മറ്റേ സാധനം, അത് കടിക്കരുത്, പല്ല് പോകുന്നു. പല്ല് പുറത്ത് വന്നിട്ടുണ്ട്. അതേ പല്ലിരിപ്പുണ്ടാ? സത്യം പറഞ്ഞ കൊള്ളാം, സംഭവം കൊള്ളാം. ഒരു കടിയല്ലേ? അത് മൊത്തം തിന്നോ?
ലെഫ്റ്റ് ഓവർ എന്ന് വെച്ചാൽ പുള്ളി പിന്നെ ഇയാളെന്താ കാണിച്ചാൽ ഒരു കടി പിന്നെ തുരി കടി കഴിച്ചിട്ട് തരുന്നു. നല്ല കളിയായിരുന്നു എന്റെ കിട്ടി. എന്റെ അത്ര കടിയില്ലായിരുന്നേ. ഞാൻ ആ വട്ടത്തിൽ കടിച്ചോണ്ട് എനിക്ക് ഫുള്ള് കിട്ടിയില്ല. ആ മുകളിലത്തെ താഴത്തെ 4 പീസ്. ഞാൻ പറഞ്ഞു നീ നിനക്ക് നിന്റെ മൊത്തം വായിക്കത്ത് കുത്തി കേട്ടുള്ള ആക്രാന്തം അല്ലായിരുന്നു. നല്ല മധുരല്ലേ? നല്ല മധുരം കൊള്ളാം ഇല്ല മതിയല്ലേ കൊള്ളാം കേട്ടോ. എത്ര കഴിക്കാൻ പോലെ ഷുഗർ അല്ലേ ബ്രോയ്ക്ക്? ബ്രോ ഇത് കാർബാണ്. ഷുഗർ ഉണ്ട്. ആഡഡ് ഷുഗർ അല്ല, കാർബ് കഴിക്കാം. അത് കഴിക്കും ഞാൻ ഇടയ്ക്ക് കഴിക്കുമായിരുന്നു. റൈസ് കഴിക്കാൻ പാടില്ല. റൈസ് കാർബല്ലേ? റൈസ് കഴിക്കുന്നില്ല. റൈസിൽ കാർബല്ലേ? കാർബ് കഴിക്കാന്ന് ഞാൻ ഇടയ്ക്ക് 1 കിലോ ഒക്കെ മേടിക്കാറുണ്ട്. എന്താ കാർബ്? ബ്രോനെ കൊണ്ട് കുറച്ച് ശല്യമായല്ലോ. സൂപ്പർ സാധനമാണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവരാ തുപ്പി ഇടുന്നുണ്ട് ഇപ്പൊ കമന്റിൽ ബ്രോ പെട്ടെന്ന് കഴിക്കോ? പെട്ടെന്ന് കഴിക്കുന്നത് ബ്രോയ്ക്ക് കോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് നല്ല ഫോളിങ് ആണല്ലോ. അയ്യോ ബ്രോയ്ക്ക് വേറെ ഒന്നും പറ്റത്തില്ല. ഒരു കുഴപ്പമില്ല. ചോറ് കഴിക്കാൻ നേരത്ത് വേണ്ട വയ്യ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ 3rd റൗണ്ടിലേക്ക് പോയല്ലോ. അപ്പൊ നമ്മുടെ 3rd റൗണ്ടിലെ ഐറ്റം ഇതാണ്. സ്പൈസി ലെഗ് പീസ്. ചിക്കൻ ലെഗ് പീസ് ഗൈസ്. അപ്പോ ഇത് ലെഫ്റ്റ് കിട്ടുന്ന ആൾക്ക് നല്ല എല്ല് റൈറ്റ് ഇടുന്ന ആൾക്ക് കടിക്കാന്ന്. എന്ത് എല്ലിനകത്ത് എന്തിരുന്ന് കടിച്ചു? അല്ലല്ലേ വായിക്കത്ത് എന്ത് കയറ്റാൻ പറ്റില്ല അത്രയും കയറ്റാൻ പറ്റുമല്ലോ. അയ്യോ ശരിയാണല്ലോ. അപ്പൊ റൈറ്റ് ഇടുന്ന ആൾക്ക് ഉള്ളിൽ കയറ്റാൻ പറ്റൂ. എന്ത് റൈറ്റ് ഇടുന്ന ആൾക്ക് റൈറ്റ് ഇടുന്ന ആൾക്ക് വായിക്കാതെ കയറുന്നത്ര കയറുന്നത്. അത് കയറും. നോക്കാം. ലെഫ്റ്റ് നോ ഇഷ്യൂസ്. ലെഫ്റ്റ് അപ്പൊ ഞാൻ തന്നെ സൈഡിൽ അല്ല ഞാൻ ലെഫ്റ്റ് ഇല്ലേ? ഞാൻ പറഞ്ഞ കേട്ടോ റൈറ്റ് കിട്ടുന്ന ആള് ഫസ്റ്റ് കഴിക്കുന്നത്. ഓ ഇങ്ങോട്ട് വേണം. തീർന്നല്ലോ അത്. പല്ലുണ്ടോ അതിനകത്ത്? ബ്രോടെ പല്ലിനകത്തുണ്ടോന്ന് ചോദിച്ചേ. ക്രൂ കാല് കാണുന്നില്ല. ബ്രോ കടി. ബ്രോ ഞാനല്ല, ബ്രോ ആണ് സെക്കൻഡ്. എനിക്ക് വേണ്ട കഴിഞ്ഞില്ല. ബ്രോ കടിക്ക് ബാക്കി. ചലഞ്ച് ബ്രോ. എന്താണ് പിന്നെ ഇയാളെ വായിക്കാതിരുന്നതാണ് ഞാൻ. തുപ്പല് പറ്റിയിട്ടില്ല. അത് വെളിയിൽ നിന്ന് വരുമായിരുന്നു. ഇത് അകത്തായിരുന്നു. ഞാൻ കഴിച്ചല്ലോ. ഇതെന്താ ഇതാണ് അകത്ത് സാധനം. വെളിയിട്ടാണോ? അയ്യോ ഇവിടെ വരെ പല്ലൊന്നും ബ്രോ കഴിക്കും ബ്രോ. പറഞ്ഞിട്ടാന്നറിയോ ബ്രോ എല്ലാവരും സുഹൃത്ത് ബന്ധമല്ലേ ബ്രോ? കഴിക്കും ബ്രോ. കൈകൊണ്ട് കടിക്കണം. കൈകൊണ്ട് തൊണ്ടല്ലോ. അത് മോശം. വേണ്ട. ഒരു മോശമില്ല. പിന്നെ എനിക്കെന്തിനാ ഈ വായിട്ടതാണ് തന്നെ കഴിക്കുന്നേ അങ്ങോട്ട് കഴിക്കാത്തൊരു അത് കഴിച്ചാൽ പിന്നല്ലേ നീയല്ലേ പിറുക്കിയിട്ടില്ലേ കഴിക്കുമ്പോമ്പാ. ആ ഓ അത്ര കൺഫേം. അതിന് പനി വരും. അപ്പൊ അടുത്ത സാധനം പോരട്ടെ. ഇതാണ് സാധനം. സോ ഗൈസ് അപ്പൊ നമ്മുടെ 4th റൗണ്ടിൽ എത്തിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഇഞ്ചിക്കുട്ടൻ. സ്വന്തം ഇഞ്ചി മുട്ടായി. കണ്ണട ഓ പിന്നെ എല്ലാത്തിനും തപ്പി നോക്കുക. അയാള് പിടിച്ചിട്ട് തപ്പി നോക്കുന്നു. റൈറ്റ് തുറന്നേ ഏതാ തുറക്ക്. ലെഫ്റ്റ്. റൈറ്റ് അല്ലേ? ഒരു കടി കടിക്കണം കേട്ടോ. അതൊക്കെ എന്തിട്ട് മണ്ടറാണ് ഇയാളെ.
അയ്യോ എന്നാ ചോറ് കഴിക്കണോ എന്നോട് ചിക്കൻ തിരിച്ചല്ലേ ഇയാളെ വായന്റെ ചിക്കൻ ഇത്ര കഴിച്ചപ്പോ തന്നെ എത്രയാണ് ഇച്ചിരി കഴിച്ചു ഇയാളെന്ത് പണ്ടാണോ ഇയാൾ കഴിച്ചു കൊടുത്തപ്പോ അതിന്റെ ഒരു കുറച്ച് കഷ്ണം കഴിച്ചു അത് ഇച്ചിരി കടിച്ചാൽ മതി എനിക്കൊന്നും കുഴപ്പമില്ല. ഇച്ചിരിയെങ്കിലും കടിച്ചാൽ മതി എന്താണ് Let's go to the next round. അല്ല ബ്രോ ഇത് കഴിച്ചില്ലല്ലോ No, no, മൊത്തം കഴിക്കണം, മൊത്തം കഴിക്കണം. കഴിച്ചില്ലല്ലോ ഞാൻ കഴിച്ചോട്ടാ. ലെഫ്റ്റോർന്ന് വെച്ചാലേ ബാക്കി ഇരിക്കുന്ന ഫുള്ള് കഴിക്കാനൊന്നും അങ്ങനെ ബ്രോ ചിക്കന്റെ ലാസ്റ്റ് മൊത്തം കഴിച്ചില്ല. ഞാൻ കുറച്ച് കഴിച്ചില്ലേ കുറച്ച് ബ്രോ ഇത്തിരി പോലും കഴിച്ചില്ലല്ലോ ബ്രോ കുറച്ച് കഴിക്കും. അതിന് ഇതിനകത്തില്ലായിരുന്നല്ലോ. പിന്നെ ബ്രോ വായിൽ വെച്ച സാധനം ഞാൻ തിന്നണ ഇത് ഞാൻ വായിലൊന്നും പറ്റില്ല ബ്രോ വലിയ സീനില്ല ബ്രോ, നല്ല ബ്രോക്ക് പനിയല്ലേ, ബ്രോക്ക് പനിയല്ലേ, അപ്പം നല്ല ശരിയാ ഇഞ്ചി പനിക്ക് നല്ല പനി നല്ല ബ്രോ കോൾഡിനൊക്കെ ഇപ്പൊ നല്ല കറക്റ്റ് അല്ലേ ഇഞ്ചി കടിച്ച് കുരങ്ങ ഇപ്പൊ പോകുന്നത് കറക്റ്റ് കറക്റ്റായി വിഴുങ്ങി കിട്ടാ ഇയാള് എനിക്കൊരു കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ തൊണ്ടയിലൊക്കെ കുടുങ്ങിയിരിക്കട്ടാ അത് കടിക്കാൻ പറ്റൂല. അടുത്ത കഴിക്ക് പെട്ടെന്ന്. മതി മതി പോട്ടെ എത്ര ഒന്നും കഴിക്കല് പാടാണ് ബ്രോ ഇപ്പൊ എന്താ കാണിച്ചില്ല വായിക്കട്ടെ ബ്രോ നാക്ക് അഭിനയുള്ളൂ കഴിച്ചില്ല. ഞാൻ കഴിച്ച്. അല്ല ഇവരെ നോക്കി ഇങ്ങനെ കടിക്കും അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ് അപ്പൊ നമ്മുടെ നാലാമത്തെ റൗണ്ട് എത്തിയിരിക്കുന്ന ഒരു കിട്ടില്ല സാധനമാണ് കേട്ടോ. എന്താണെന്നറിയാമോ? ലബനീസ് ഷവർമയാണ്. ലബനീസ് ഷവർമ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ലബനീസ് ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് മണത്തൊക്കെ അയ്യോ അതിന് മൂക്കടഞ്ഞിരിക്കില്ലേ, പനിയില്ലേ? സോ ഗൈസ് അപ്പൊ പൊളിക്കണോ? അതല്ലേ അപ്പൊ എടുക്ക പിന്നെ കണ്ണടിച്ചേ കണ്ണടച്ചിട്ടുണ്ട് ബ്രോ. റൈറ്റ് കടിച്ചാലേ അതിന്റെ മറ്റേ പഫിംഗ് പോഷൻ കിട്ടില്ല. ബ്രോ കണ്ണട പറഞ്ഞേ റൈറ്റ്. ഓ ബ്രോ സത്യം പറയാൻ എനിക്ക് എന്താ അറിയില്ല. ഫുഡ് ചാലഞ്ചില് കുറച്ച് ഞാൻ നല്ല ലെഫ്റ്റ്, നീ നല്ല റൈറ്റ് കളിച്ചു. ഞാൻ നല്ല നല്ല റൈറ്റ് തള്ളി കയറ്റാൻ പറ്റുന്നില്ല. തള്ളിയല്ലോ വൈകി കയറുന്നത്. കാരണം വയ്ക്കും കിട്ടത്തില്ലടാ. തള്ള പറ്റത്തില്ല. അങ്ങനെ കടിക്കില്ലട്ടാ, ഒറ്റ കടി അടിക്കാം കേട്ടാ. 3 കടി ഇപ്പൊ അവിടെ കടിച്ചേ. 3 കടി അടിച്ചു. അന്ന് കടിച്ച് അതല്ലേ പറഞ്ഞ കിട്ടില്ല സൈസല്ലേ. തള്ള പറ്റില്ല. ഓക്കെ എനിക്ക് തള്ളത്തില്ല. എന്ത് പറഞ്ഞു ലെഫ്റ്റ് ഓവർ കിട്ടത്തില്ല എന്നാ ബ്രോ. ലെഫ്റ്റ് ഓവർ കിട്ടില്ല എന്നല്ലേ ബ്രോ എന്നോട് പറഞ്ഞേ. ഞാൻ നിക്കറിന്റെ വള്ളിയാണ്. ലെഫ്റ്റ് ഓവർ ആണെങ്കിൽ എന്താണെന്നറിയോ മതിയേ. അത് എന്റെ ലെഫ്റ്റ് ഓവറാ. ഇതിൽ ക്രൂവിന് കൊടുക്കണം കേട്ടോ. ക്രൂ ഇടുന്നു, കൊതി വിടുന്നു. നൈസല്ലേ ബ്രോ? വിട്ടോട്ടെ. എന്താ തെറി വിളിക്കുന്നു? നല്ല ജ്യൂസി ടെസ്റ്റ് പീസ് അല്ല അത്, ഇതാണ് കേട്ടല്ലേ പനിയായിട്ട് അടഞ്ഞിരിക്കുക. ടെസ്റ്റ് പീസ് തേങ്ങ. അടുത്ത എന്താ സാധനം ഒന്ന് ആഞ്ഞു മേടിച്ചിരുന്നേ തീർന്നേനെ. എനിക്ക് ഇച്ചൂടെ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ കയറി എന്റെ കറക്റ്റ് ആയിരുന്നല്ലോ, പകുതി എടുത്തുള്ളൂ. അതിനും കയറ്റാൻ പറ്റത്തില്ല കാരണം ഇത് 3 കടി അടിച്ചേ. അത് ഞങ്ങൾ വരാൻ നേരത്ത് താഴെ പോയത് ഞാൻ മൊത്തത്തിൽ വേറെ എടുത്തില്ലല്ലോ, പീസ് എടുത്തില്ല. പുതിയതായതുകൊണ്ട് നമ്മള് കുഴപ്പമില്ല. അല്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ നല്ല ജ്യൂസി. എനിക്ക് അങ്ങനെ ഇങ്ങനെ കഴിക്കണം ഇഷ്ടം.
നമ്മൾ കഴിച്ച് കുഴപ്പമില്ല, സങ്കടമൊന്നുമില്ല, നല്ല പീസായിട്ട്. കൊതി തീർന്നില്ല. ആ അതുകൊണ്ട് ക്രൂ അങ്ങോട്ട് തിരിച്ച് നിൽക്കുക. ക്രൂ അങ്ങനെ പറയുള്ളൂ. പക്ഷെ ക്രൂ എപ്പോഴെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല കഴിക്കുന്ന പറഞ്ഞോളൂ. മറ്റേ ഷവർമ പോയനെ ഏത് ബ്രോ? നോർമൽ ഷവർമ രണ്ട് സൈഡിൽ നിങ്ങൾ രണ്ട് സൈഡ് ഉണ്ടാവില്ല. എന്നിട്ടും കഴിഞ്ഞു. ഒരു ഒറ്റ കടി കഴിക്കാനുള്ള സാധനം 15 കടിയായിട്ട് കടിക്കുന്നത്. എന്ത് മനുഷ്യനാണ്? എന്താണ് ആലോചിച്ച് കഴിക്കേ. ആസ്വദിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക്. അപ്പോൾ ഇനി മുതൽ നമുക്ക് എന്താണ് ഫുഡ് ഐറ്റം ആദ്യം കൊണ്ട് വെക്കത്തില്ല. നമ്മൾ ഇത് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ. പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം കൊണ്ട് വെക്കത്തുള്ളൂ എന്ന് പറയുന്നത്. പണിയാണ് മോനെ, ഇത് പണിയാണ്, ഉറപ്പാ. ഞാൻ പണിയായോണ്ട് ഞാൻ എടുക്കുക. അതല്ല ലെഫ്റ്റ് റൈറ്റ്. കിട്ടിയല്ലേ? ലെഫ്റ്റ് ഓവർ കിട്ടി. അപ്പം സാധനം പറഞ്ഞേ ദൈവമേ. എന്ത് ചെറിയ സാധനമാണ്. അയ്യോ ബ്രോ, ലെഫ്റ്റ് ഓവർ കിട്ടുന്ന ഫുള്ള് കഴിക്കണം കേട്ടല്ലോ. കേട്ടാ നിങ്ങൾ കഴിച്ചില്ലല്ലോ. നമ്മൾ കഴിച്ചായിരുന്നു. രണ്ട് തുമ്പ് ഞാൻ അത് വിളിച്ചു. ഇത് നിങ്ങൾ ചാറും കഴിച്ചാലോ വായിക്കാതെ കുത്തി കയറ്റണം കേട്ടോ. വായിക്കാതെ കയറൂല്ലോ. അത് വാവർക്കിയത് മൊത്തം വായിക്കാതെ ബ്രോ ഇഞ്ചി വായിക്കാതെ പുള്ളി കിട്ടായിരുന്ന അവനാ ഇഞ്ചി വായിക്കാതെ പുള്ളി ഇട്ടായിരുന്നോ? ഇഞ്ചി കിട്ടിയപ്പോ ഇതിന് വലിപ്പം ഉണ്ടല്ലോ. ആ ചെറുതല്ലായിരുന്നോ? അത് പാവൂളാ. ഇത് മൊത്തത്തിൽ കഴിക്കാൻ പറ്റത്തില്ല. സെന്ററിലോ ഒറ്റകടി വലിയൊരു കടി. ആ കടിച്ചത് പാവയ്ക്കലല്ല, കൊമ്പനെയാണ്. ഈ ചെറിയ പീസ് കഴിച്ചപ്പോ തന്നെ ഒരു കുഴപ്പമില്ല. ഇതും കൂട്ടി ആ ചിക്കൻ പീസാന്ന് വിചാരിച്ചേ. ചിക്കൻ പീസ ഒന്നുമില്ല ചിക്കൻ പീസ്. വായടച്ചിരുന്നോ ചിലപ്പോ വായു കുത്തി കയറ്റോ. ബ്രോ സൂക്ഷിച്ചോ, ബ്രോ ചിലപ്പോ ചമ്മന്തിയാക്കും. എന്നാ ബ്രോ ആട്ടോ എല്ലാം തുറന്നോട്ടെ. ചെന്നോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. ഈ പ്രാവശ്യം നല്ല ഫുഡായിരിക്കും, നിനക്ക് നല്ലത് കിട്ടും. ഞാനാ പറയണേ, നീ ടെൻഷൻ അടിക്കല്ലേ. കൂളായി സൈഡിന്നോ ലെഫ്റ്റിന്നോ എവിടെങ്കിലും ഒക്കെ ഇന്ന് കടിക്കാൻ കിട്ടിയ നല്ല സാധനം താഴേക്കിടും. റൈറ്റ് ലെഫ്റ്റ് ഓവർ. ഭയങ്കര പുളിയാണ്. പുളിയാ കയ്പ്. എന്തൊരു ഭയങ്കര പുളിയാണ്. ഈ ഡയറ്റ് ഉള്ളവരൊക്കെ എങ്ങനെ തിന്നും ഈ സാധനം? എന്ത് ഡയറ്റ് ഉള്ളവർ എന്തിനാ പാവയ്ക്ക കഴിക്കണേ? പാവയ്ക്ക കഴിക്കും വണ്ണം കുറേ. ആണോ? എന്നാ കുഴപ്പമില്ല ബ്രോ കഴിച്ചോ. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. അതിന് ബ്രോയ്ക്ക് എത്ര വണ്ണല്ലേ ബ്രോ ഫിറ്റല്ലേ ബ്രോ? താങ്ക് യു ഫോർ ദ ഫസ്റ്റ് ടൈം. താങ്ക് യു ബ്രോ. ബ്രോ മാത്രം അംഗീകരിച്ചിട്ടുള്ളൂ. ബ്രോ അത്രേ ഉള്ളൂ. കേട്ടടാ എലുമ്പ തടിയില്ലാത്തവനെ നേരെ ഒന്ന് ഊതിയ പറഞ്ഞു പോലോടാ നീയൊക്കെ. പറഞ്ഞു പോയില്ലേ നീ? ഫുഡ് ഐറ്റം പോരട്ടെ.
എന്തോ പണിയാൻ തോന്നി. അല്ല ലെഫ്റ്റ് ഓവർ ആർക്കായിരുന്നു? ബ്രോയ്ക്ക് എനിക്ക് നെറ്റോർ നീയല്ലേ? അതെ നീയാണ്. അല്ല നീയാ. പിന്നെ ബിരിയാണി എനിക്കാണെങ്കിൽ ഇതിന്റെ ഇത് കമ്മ പോലും ഒക്കെ ഉണ്ട്. സാപ്പിട്ടോ നന്നായി സാപ്പിട്ടോ. ഗാർലിക് ബ്രെഡാ ബ്രോ. എന്റെ കൈക്കത്തറിയുണ്ട്. ബ്രോ ഇന്നെന്താ പഠിക്കാഞ്ഞ്? ഇത് പത്തലായിട്ട് സൈറ്റ് ആർക്കാ? ബ്രോയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും ബ്രോ അവിടെ വെച്ച്. വേറെന്ത് തോന്നി? ഒന്നിട്ട് ബ്രോ അത് ബ്രോ കഴിച്ചോ? നമുക്ക് ഇങ്ങനെ കഴിക്കാം. ലൈറ്റ് ഇനി ബ്രോ എന്ത് കിട്ടുന്നതല്ലേ? പിന്നെ കിട്ടില്ല ടേസ്റ്റ് ബ്രോ ഇത് മൊത്തം കഴിക്കണം. ബ്രോ എന്താ ചെയ്യണ്ടെന്നറിയോ? 4 കടി ടോം ആൻഡ് ജെറി പോലെ. ഫുള്ള് കഴിക്കണം. സോറി. ഞാൻ ചാവാനാ അന്ന് ബ്രോ ഷവർമ മൊത്തം കഴിച്ചില്ലേ? ഷവർമ്മയുടെ 10 സൈസ് ഉണ്ടോ? ഓരോ പീസ് എടുത്ത് 10 അല്ല 20 സൈസ്. കഴിച്ചോ കഴിച്ചോ. ഗുഡ്. ഉം. ഉം. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മുടെ മുതലയുടെ മുതല് ഹനുമാന്റെ ഗത. പറയട്ടെ ബാക്കി എന്റെ ഫുഡ്, എന്റെ ഫുഡിന് തൊട്ടാണല്ലോ ഹനുമാന്റെ ഗതയത് ഗത. അവിടെ നന്നായി പൊരിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട്. ഇതാണ് അടിവശം കാണുമ്പോഴേ നമുക്കറിയാം മറ്റേ എലഫന്റ് ബ്രോ താളം വിട്ടിട്ട് കഴിക്കുവോ? ക്രോക്കോഡൈലാ. അല്ല ബ്രോ താഴെ കഴിച്ചു കഴിച്ചു സൂപ്പർ. കടിക്കണം കൊണ്ട്. ഓ സൂപ്പർ കഴിക്കണ. എത്ര കടിച്ചിട്ടുള്ളൂ മറ്റേ അവരെ കാണിച്ചിട്ട് കഴിക്കും. ആലോചിക്കണ്ടോ? പക്ഷെ അവർക്ക് കിട്ടിയ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. നല്ല മണ്ണ് തിന്നത് സൂപ്പറാ. ബ്രോ ഇതൊരു വെസ്റ്റേൺ കൾച്ചർ ടൈപ്പ് ഒരു ഫുഡ് ഐറ്റം ആണ്. ഇത് മാത്രമായിട്ട് അവര് കഴിക്കും. ആ ഇത് വെറുതെ കഴിക്കണവരുണ്ട്. നജീബ് ഈ സാധനം കിട്ടിയാലോ ആട് ജീവിതത്തിന്റെ അവൻ എന്ത് ടേസ്റ്റിലായിരിക്കും അവൻ കഴിക്കണ്ടാവാ. ബ്രോ എന്താ ഇവനെല്ലാം കൂടി പോയിട്ടാ. എന്നിട്ട് ബ്രോയുടെ കടി ഭയങ്കര വലുതായിരുന്നു. ഞാൻ കഴിച്ചല്ലോ. ഇത്ര ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു ഇത്ര ആക്കി. പിന്നെ ബ്രോയുടെ ഷർമ്മയുടെ കടി ഞാൻ കണ്ടായിരുന്നു. ഇതിന്റെ കടി ഞാൻ കണ്ടു. എന്ത് അത് ഞാൻ കൃത്യമായിട്ടാണ് കഴിച്ചത് സത്യമായിട്ട്. ഇപ്പോ ബ്രോ നജീബാന്ന് വിചാരിച്ചു കഴിക്കും. അതന്നെ ഇതുപോലും കിട്ടാത്ത നജീബ് അത്രേ ഉള്ളൂ പോകുമ്പോ അത്രേ ഉള്ളൂ. അത് കഴിക്കാനാണ് മൊത്തം തീർക്കണം. അതാ കൊത്ത കഴിച്ചോ. ഇത്രയും കഴിച്ചു കേട്ടോ. അപ്പൊ പേരെന്ത്? പാവയ്ക്ക ശരിയാണ്. അന്ന് ബ്രോ നടുക്കുന്ന് മേടിച്ച് മൊത്തം നിർത്താൽ മതി. ബ്രോ ഭക്ഷണം വെച്ചിങ്ങനെ ആദ്യം കാണിക്കാതെ ബ്രോ. ബ്രോ ഭക്ഷണം വെച്ച് കാണിക്കോ. ഇല്ല ഭക്ഷണം വെച്ച് തോട്ട്സൊക്കെ ഒന്ന് നിർത്താവോ? ഭക്ഷണം വെച്ച് കളിക്കല്ലോ. എനിക്ക് ഇഷ്ടമല്ല. അത് വെച്ച് ഇങ്ങനെ കോപ്പറേറ്റ് കാണിക്കുന്നത് സ്നേഹാണ് നമ്മൾ ചെയ്തത്. അത് കൊള്ളാം കേട്ടോ. എന്നെ ഒന്ന് കാണിച്ച്. വേണ്ട കാണിക്കാൻ പറ്റിയൊരു ഐറ്റം. ബ്രോ അത് മടക്കിക്കോ. ഓ മടക്കാൻ പാടില്ല. ഭക്ഷണ സാധനല്ലേ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഒന്നും കിട്ടിയില്ലല്ലോ ഇന്ന്? നല്ലത് കിട്ടിയല്ലോ. പാവയ്ക്ക നല്ലല്ലേ, ഹെൽത്തി അല്ലേ. ഷവർമ കിട്ടിയല്ലോ. നല്ല കിടിലും കടി. അത് അതിന് വലിയ കാര്യമൊന്നുമില്ല. ലെഫ്റ്റ് ഓവർ കിട്ടിയ ആൾക്കാർ എനിക്ക് ആ കാര്യമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രോ എന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ചോട്ടെ എന്തിനാ ഞാൻ എടുത്തോട്ടെ. ബ്രോ കണ്ണെടുത്തിട്ട് ഇല്ല എടുത്ത് കഴിഞ്ഞിട്ട് കണ്ണെടുക്കല്ലേ. ഞാൻ എടുക്കാം. കണ്ണെടുത്ത് ആരെങ്കിലും കണ്ണെടുത്ത സാധനം പറഞ്ഞില്ലല്ലോ അവര്. എന്തായാലും കിട്ടി. ആദ്യം പാവയ്ക്ക് കിട്ടിയുള്ളൂ. എനിക്ക് ആദ്യമായിട്ട് കിട്ടണം. അല്ല മറ്റേ പാവയ്ക്ക് ലെഫ്റ്റ്
ബാബാ വല്ല നല്ല സാധനം ആയിരിക്കണേ. ഇത് വന്നേ കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പും പോലും ഒന്നും എടുത്തോണ്ട് വരില്ല കേട്ടാ. ഹനുമാന്റെ ഗതയും ഒക്കെ ഒന്നും എടുത്തോണ്ട് വരില്ലേ. തിരിഞ്ഞിരിക്കണോ? ആ അപ്പൊ ഗതയാ. വാ ഡോക്ടറല്ല വേറെ. തിരിയാവോ തിരിയാവോ? ഓ ഇത് മറ്റേതല്ലേ അതൊക്കെ. അപ്പൊ തുടങ്ങാ. കൊടുത്തേക്ക് അത് ബ്രോ. ബ്രോ ഒത്തിരി ആ രണ്ടുപിടിയേ. ആ ഇനി കഷ്ണം കടിക്കുന്നില്ല. ബ്രോ കുബൂസ് ഉണ്ടെങ്കിൽ എടുത്ത് പിന്നെ എനിക്ക് കഴിക്കാമല്ലോ. കുബൂസും ഇല്ല, തേങ്ങില്ല. ഇത് കിടിലാണ്. ഇതിന്റെ പേരെന്താ? പെരിപ്പിരിയാ? ഷവായ മന്തി അല്ല ഇത്. പെരിപ്പിരി അല്ല, പെരിപ്പിരി അല്ല ഇത്. വേറെ എന്താണ്? മസാല സവായി മന്തി. മസാല ഷവായ മന്തി. വളരെ സോഫ്റ്റ് അല്ലേ? ഭയങ്കര സോഫ്റ്റ് ഡേ. ഞാൻ അത് കടിച്ചപ്പോൾ ഇങ്ങനെ ചുമ്മാ പോയിരുന്നു. നല്ല എരിവുണ്ട്. എനിക്ക് അത്ര എരിവ് ഫീൽ ചെയ്യുന്നില്ല. നല്ല എരിവ്. എനിക്ക് പക്ക എരിവാ തോന്നി. ഇച്ചിരി മസാല ഇങ്ങനെ എടുത്തിട്ട്. ഇച്ചിരി മസാല പറഞ്ഞ ഉള്ള മസാല മൊത്തം എടുത്ത് കഴിച്ചല്ലോ. കരി കരി ക്രൂസ് അടുത്ത് പിന്നെ മേടിക്കാതെ ഇച്ചിരി ക്രൂസ് പിന്നെ കഴിച്ച് തോന്നുന്നു. കഴിക്കുന്ന നിർത്താൻ തോന്നില്ല. ക്രൂവിന് ആവശ്യ സമയത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ. ക്രൂ ശാപം കിട്ടും. ക്രൂ കുറച്ച് ശാപിക്കാവുള്ളേ. ഇക്രു ശാപം. ക്രൂവിന് വേറെ മേടിച്ചു കൊടുക്കൂലേ? ആ ഉറപ്പല്ലേ? പിന്നെ ഇല്ല മതിന്ന് പറഞ്ഞിട്ട് പിന്നെ വെച്ചായിരുന്നില്ല. അതെന്തിനായിരുന്നു ബ്രോ? മതിന്ന് പറഞ്ഞിട്ട് വെച്ചായിരുന്നു എന്തിനാ പിന്നെ? ഷോ പെട്ടി ഷോ. ബ്രോ ബ്രെഡ് കഴിക്കുന്നുണ്ടോ? ഇവിടെ ഒരു കട കടിക്കുമ്പോ അവിടെ ഒരു ബ്രെഡ് കടിക്കും. വലിയ കടിയനാ. കഴിക്കണ്ട എല്ലാം. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടില്ല സാധനം. ആ മസാലയും ആ സോഫ്റ്റ്നെസ്സും കൂടെ. സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ്നെസ് ആയിരുന്നു. ആ മസാല ഒന്നുമില്ല, പക്കയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. മടുപ്പ് തോന്നുന്നില്ല. കിട്ടില്ല സാധനം. അത് ഇയാൾക്ക് എന്ത് കിട്ടിയാലും മടുപ്പ് പോകുന്നില്ല, അത് നമുക്കറിയാം. മസാല അത് മസാല ഭയങ്കരമായിട്ട് ഇതാവുന്നത്. പക്ഷെ മസാല മാത്രം കഴിക്കാൻ കൊള്ളാം. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ കയറ്റി കടിക്കണത്. എനിക്ക് കുറച്ചുകൂടെ കയറ്റി കഴിക്കായിരുന്നു. നീ ആ സോഫ്റ്റ് ടേസ്റ്റ് അപ്പോഴേ നിർത്തി അങ്ങ്. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാന് മറ്റേ ലെഗിന്റെ ഇത് ഭാഗം കഴിച്ചത് ഞാൻ അധികം. പക്ഷെ അത് നല്ലതല്ലേ? നമ്മുടെ മസാല ഇല്ലായിരുന്നോ? മസാല അല്ല, പക്ഷെ കിട്ടില്ലായിരുന്നു. അത് പഞ്ഞി പോയി അന്നിങ്ങനെ മറ്റേ പഞ്ഞിമിഠായി പറിച്ചെടുക്കില്ലേ, അതേപോലെ പറിച്ചെടുക്കാൻ പറ്റും. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മളെ ചലഞ്ച് ബ്രോ ഇഷ്ടപ്പെട്ടോ? അടിപൊളി അടിപൊളി കൊള്ളാം. എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാൻ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.